മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2025 ഇടം നേടിയ ഒരു കൊച്ചു മിടുക്കി സാത്വിക പ്രവീണിനെയാണ്. തിരുവനന്തപുരം കരിക്കകത്ത് വളരെ പ്രസിദ്ധനായ ഭാസ്കര ശാസ്ത്രികളുടെ മകനും പ്രസിദ്ധ കലാകാരനായ ത്രിവിക്രമൻ അവറുകളുടെ ചെറുമകളുമായ 8 വയസ്സുകാരി സാത്വിക പ്രവീൺ കളരിപ്പയറ്റിൽ കുറുവടിപ്പയറ്റ് എന്ന വിഭാഗത്തിൽ കണ്ണുകെട്ടി 1 മിനിറ്റ് 8 സെക്കൻഡിൽ പയറ്റ് നടത്തി മികവ് തെളിയിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ശ്രീചക്ര സ്കൂൾ ഓഫ് കളരിപ്പയറ്റിൽ ഗുരു ശ്രീ രാജേഷിന്റെ ശിക്ഷണത്തിലാണ് അഭ്യാസ മികവ് പുലർത്തിയത്. പ്രവീണിന്റെയും കരിക്കകം ത്രിവിക്രമൻ അവറുകളുടെ മകളായ ശീതളിന്റെയും മകളാണ് സാത്വിക. 13/7/2025 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം ചാക്ക വൈഎംഎ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സാത്വിക പ്രവീണിന് ആദരവ് നൽകിയതിൻ്റെയും തുടർന്ന് നടന്ന ചടങ്ങുകളുടെയും ദൃശ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് സ്നേഹാദരവോടുകൂടി ഈ വീഡിയോ ഫാമിലി പ്രൊഡക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. സാത്വിക പ്രവീൺ എന്ന കൊച്ചുമിടിക്ക് ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫാമിലി പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ഒരു മിനിറ്റും 8 സെക്കൻഡും കൊണ്ട് കളരിപ്പയറ്റിലെ കുറുവടിപ്പയറ്റിലെ വിഭാഗത്തിൽ കണ്ണുകെട്ടി പയറ്റ് നടത്തി മികവ് തെളിയിച്ച സാത്വിക പ്രവീണിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സാത്വികയ്ക്ക് പൗരാവലിയുടെ ആദരവ് നൽകുന്നതിലേക്ക് വേണ്ടി ഇന്നിവിടെ എത്തിപ്പെട്ട ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയും നമ്മുടെ പ്രിയപ്പെട്ട MLA-യുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ, ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യനിൽ ധ്യാൻചന്ദ് അവാർഡ് ജേതാവായ ശ്രീമതി KC ലേഖ, കരിക്കകം വാർഡ് കൗൺസിലർ ആയ ശ്രീ DG കുമാരൻ സർ, മുൻ മേയർ ശ്രീകുമാർ സർ, അഡ്വക്കേറ്റ് M ശാന്ത മാം, ചാക്ക വാർഡ് കൗൺസിലർ, പേട്ട വാർഡ് കൗൺസിലർ ശ്രീമതി സുജാദേവി മാം, DCC ജനറൽ സെക്രട്ടറി ശ്രീ ജയചന്ദ്രൻ സർ, APRA സെക്രട്ടറി ശ്രീ സുധീഷ് സർ, സാഹിത്യകാരൻ ശ്രീ സുഗു പാൽകുളങ്ങര സർ, അതുപോലെ തന്നെ ഗുരുക്കൾ ശ്രീ VS രാജേഷ് നായർ, ശ്രീചക്ര സ്കൂൾ ഓഫ് കളരിപ്പയറ്റ്. ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ആമുഖ സംഭാഷണം നടത്തുന്നതിലേക്കായി ആറ്റിങ്ങൽ സ്റ്റാൻഡം ഡയറക്ടർ ഡോക്ടർ B രാധാകൃഷ്ണൻ സാറിനെ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാത്വിക പ്രവീൺ എന്ന ഒരു കുട്ടി 8 വയസ്സും 3 മാസവും പ്രായമുള്ള സാത്വിക പ്രവീൺ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. കളരിപ്പയറ്റിലെ കുറുവടിപ്പയറ്റ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ കണ്ണുകെട്ടി കളരിപ്പയറ്റ് നടത്തി
ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന രീതിയിൽ 1 മിനിറ്റും 8 സെക്കൻഡ് കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവലംബിച്ചത്. അതിന് ആണ് ഇത്തരത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു റെക്കോർഡ് സാത്വിക പ്രവീണിന് കിട്ടിയത്. ഇന്നിവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സമുദായത്തിലെ സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തികളുടെ മുന്നിലാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത്. സാത്വിക പ്രവീൺ ഏത് രീതിയിലാണ് ആ അവാർഡ് നേടിയത്, ആ റെക്കോർഡ് നേടിയത് എന്ന് ഇന്ന് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ച് കാണിക്കും. സത്യം പറഞ്ഞാൽ ഒരു സാധാരണ ചടങ്ങിൻ്റെ രീതിയിലല്ല നമ്മൾ ഇന്നിവിടെ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു സ്വാഗതം, ഒരു അധ്യക്ഷൻ, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളെ കാണും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് എന്ന രീതിയിൽ ഞാനിതെന്താണെന്ന് പറയുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MLAയും മുൻ മന്ത്രിയുമായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അത് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ശ്രീമതി ലേഖ, ആ ബോക്സിംഗ് ചാമ്പ്യനും ധ്യാൻചന്ദ് അവാർഡ് ജേതാവുമായിട്ടുള്ള എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീമതി ലേഖ അതിൻ്റെ ഒരു മുഖ്യ പ്രഭാഷണം നടത്തുന്നു. ബാക്കി നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നവരായ മുൻ മേയർ ശ്രീ ശ്രീകുമാർ, അതുപോലെ DG കുമാരൻ, ശ്രീമതി അഡ്വക്കേറ്റ് ശാന്ത തുടങ്ങിയിട്ടുള്ളവർ, DCC മെമ്പറായിട്ടുള്ള ജയചന്ദ്രൻ, സാഹിത്യകാരനായിട്ടുള്ള സുഗു പാൽക്കുളങ്ങര, പേട്ട വാർഡ് കൗൺസിലർ സുജാദേവി തുടങ്ങി ക്ഷണിച്ചിരുന്ന എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ അത്യധികമായ സന്തോഷമുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഇത് സ്വാഗത പ്രസംഗമല്ല എങ്കിലും അവരെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളും മറ്റ് സുഹൃത്തുക്കളും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള, ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യക്കാരും അവരിൽ ആർക്കെങ്കിലും സാധാരണയിൽ കവിഞ്ഞ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് അവതരിപ്പിച്ച് അവർക്ക് പ്രത്യേകമായ റെക്കോർഡ് നൽകുക എന്നാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2006 മുതൽ ഈ പറയുന്ന 19 വർഷക്കാലമായിട്ട് വളരെയധികം പേർക്ക് ഇത്തരത്തിലുള്ള റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അവർ നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരു മെമൻറ്റോ ഉണ്ടാവും, പിന്നെ ഒരു പെന്ന്, ഒരു പേന, അതുപോലെ ഒരു ബാഡ്ജ് കൊടുക്കും, പിന്നെ ഒരു മെഡൽ നൽകും. ഇത്തരത്തിലുള്ള സമ്മാനങ്ങളാണ് അവർ കൊടുക്കുന്നത്, അല്ലാതെ ക്യാഷ് പ്രൈസ് അല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് നിങ്ങൾ കേട്ടുകയാണ്. അതും ഇന്ത്യയിലുള്ള അറിയപ്പെടുന്ന ഒരു ഇതുപോലുള്ളൊരു സംഭവമാണ്. പക്ഷേ രണ്ടുമായിട്ടുള്ള വ്യത്യാസം, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ അത് കൊടുക്കൂ, ഇന്ത്യക്കാരായിട്ട് കഴിയുന്നവർക്ക് മാത്രം. പക്ഷേ ഈ പറയുന്ന സംഗതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ആവുമ്പോൾ ഇന്ത്യക്കാരായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും ഈ സമ്മാനം കൊടുക്കുന്നു എന്നാണ് ഇതിനൊരു വ്യത്യാസം. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നിങ്ങൾക്കറിയാം ഗിന്നസ് റെക്കോർഡ്, അത് ലോകം മുഴുവനും കണക്കാക്കിയാണ്. പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, വിയറ്റ്നാം ബുക്ക് ഓഫ് റെക്കോർഡ്, ഇങ്ങനെ പറഞ്ഞ് പല രാജ്യങ്ങളിലും പ്രത്യേകം ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അതിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് അങ്ങനെ കിട്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അറിയാം, ഞങ്ങളുടെ പിതാവ് ഭാസ്കരൻ ശാസ്ത്രികൾ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും പൊതുപ്രവർത്തകനും കഥകളി നടനും അധ്യാപകനും ഒക്കെ ആയിരുന്നു. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് ഞങ്ങളുടെ പിൻതലമുറക്കാർക്ക് കഴിയുന്നു എന്നുള്ളത് അത്യധികമായ സന്തോഷമാണ്. എൻ്റെ സഹോദരൻ പ്രസിദ്ധനായിട്ടുള്ള കരിക്കൽ ത്രിവിക്രമൻ്റെ ചെറുമകളാണ് സാത്വിക പ്രവീൺ. അവൾക്കാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത് അവരുടെ ഗുരുക്കളായിട്ടുള്ള ശ്രീ രാജേഷാണ്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പിന്നെ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ഈ ഒരു റെക്കോർഡിലേക്ക് കടന്നുകൂടിയത് കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് ഇതിനു വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടി എന്ന രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്, ഞങ്ങൾ കുടുംബത്തിൽ പൊതുവേ ഇങ്ങനെ, കുടുംബത്തിൻ്റെ കഥ പറയാനല്ല എങ്കിലും നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്, ഞങ്ങൾ പൊതുവേ അധ്യാപകരാണ്.
കലാകാരന്മാരുണ്ട്, അധ്യാപകരുണ്ട്, അതുപോലെ കഥകളിയുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഈ കരിക്കാൻ ത്രിവിക്രമൻ ഇത് പലതും ചേർന്നതാണ്. പുള്ളി കഥകളി ആർട്ടിസ്റ്റാണ്, കലാകാരനാണ്, പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അങ്ങോട്ട് പോയില്ല, അതുകൊണ്ട് അധ്യാപകനൊന്നും ആയില്ല. തിരിച്ച് ഞാനും, എൻ്റെ പേര് ഡോക്ടർ രാധാകൃഷ്ണൻ, ഞാൻ ടാൻഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. എൻ്റെ സഹോദരൻ മരിച്ചുപോയി, ശ്രീ മധുസൂദൻ, അദ്ദേഹം സ്കൂൾ അധ്യാപകനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരി കലാദേവി എത്തിയിട്ടുണ്ട്. കലാദേവി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. അതുപോലെ അധ്യാപന രംഗത്തും കലാരംഗത്തും പിന്നെ കഥകളി ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിലെല്ലാം ഞങ്ങൾ ഇത് ചെയ്തെങ്കിൽ പോലും കളരിപ്പയറ്റിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തരി വരുന്നത്. ഈ കൊച്ചുകുട്ടി 3 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ കളരിപ്പയറ്റ് രംഗത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് ഗുരുവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ശ്രീ രാജേഷിന് അതിൽ വലിയൊരു പങ്കുണ്ട്. എന്തായാലും നല്ല രീതിയിൽ കളരിപ്പയറ്റിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ് അവർ അവാർഡായിട്ട് തരുന്നത്. അതിനെ ഒരു പൊതുവേദിയിൽ വെച്ച് കുട്ടിക്ക് നൽകണം. അങ്ങനെ നൽകുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ചടങ്ങ് വെച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രിയും കഴക്കൂട്ടം MLA-യും ആയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിനെ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായുള്ള നമസ്കാരം. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. സാത്വികയുടെ മുത്തച്ഛൻ സമാദരണീയനായിട്ടുള്ള ഭാസ്കരൻ ശാസ്ത്രികൾ, അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു. സ്കൂളിലല്ല, ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള അന്ന് ആനറിയിൽ ഊളംകുഴി ഭാഗത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള അജന്ത ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്ന ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ സത്യത്തിൽ അത് ഓർക്കുമ്പം തന്നെ പിന്നീടൊരു മലയാളം അധ്യാപകനാകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യമെല്ലാം വന്നത് ശാസ്ത്രികളുടെ മലയാള ഭാഷ പരിജ്ഞാനവും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതായിട്ടുള്ള ഭാഷയെ സംബന്ധിക്കുന്ന അറിവുമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പിന്നീട് ഞാനും ഒരു മലയാളം അധ്യാപകനായിട്ട് മാറി. ഒരുപാട് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചു. പിന്നെ ഞാൻ പൊതുപ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് വന്നപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഞാൻ സൂചിപ്പിച്ചത് ഭാഷാധ്യാപകനത്തിൻ്റെ കാര്യത്തിൽ, മലയാള ഭാഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് ഭാഷാ പഠനം സാധ്യമാക്കിയ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു അധ്യാപക ശ്രേഷ്ഠനായിരുന്നു ഈ സാത്വികയുടെ മുത്തച്ഛനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ശാസ്ത്രികൾ. അദ്ദേഹം കേവലം ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള രൂപത്തിൽ മലയാളം വ്യാകരണത്തെ ചെറിയ ഒരു പുസ്തകമാക്കി അന്ന് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകുമായിരുന്നു. അദ്ദേഹം തന്നെ രചിച്ചതായിട്ടുള്ള വ്യാകരണത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു ചെറു പുസ്തകം. അത് അന്ന് തിരുവനന്തപുരത്തെ പ്രശസ്തമായിട്ടുള്ള ഒരു പബ്ലിഷിംഗ് കമ്പനിയാണ് പ്രസിദ്ധീകരിച്ചത്. ചൂടപ്പം പോലെ ആ കാലത്തത് വിറ്റഴിഞ്ഞു പോയ ഒരു പുസ്തകമായിരുന്നു. ഇതിഹാസങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള അറിവ്, സത്യത്തിൽ രാമായണവും മഹാഭാരതവും ഒക്കെ തന്നെ വായിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് കേട്ട് മനസ്സിലാക്കിയത് ഞാൻ ശാസ്ത്രികളിൽ നിന്നാണ്. രാമായണത്തിലെ മനോഹരമായിട്ടുള്ള 100,000 കഥാസന്ദർഭങ്ങൾ ഭാഷാ പഠനത്തിനിടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ മഹാഭാരതത്തിലെ കഥാസന്ദർഭങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് വർത്തമാനകാല ജീവിതവുമായിട്ട് മഹാഭാരതത്തിലെ കഥാസന്ദർഭങ്ങളെ വളരെ മധുരമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതി അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കഥകളി ആചാര്യൻ കൂടിയായിരുന്നു എന്നുള്ളതാണ്. കഥകളിയോട് അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു സാറിന്. അങ്ങനെയായിരുന്നു അദ്ദേഹം. കഥകളിയോട് അടങ്ങാത്ത അഭിനിവേശം, കഥകളി സാഹിത്യത്തിലുള്ള വല്ലാത്തൊരു അറിവ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ
സമ്മേളിച്ച ഒരു സർവ്വകലാവല്ലഭനായിരുന്നു ഈ സാത്വികയുടെ മുത്തച്ഛൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ വിത്ത് ഗുണം 10 ഗുണമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കുടുംബം വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തുമെല്ലാം തന്നെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുന്ന കുടുംബമായിട്ട് മാറിയത്. അദ്ദേഹത്തിൻ്റെ മകൻ മധു എൻ്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു. മധു ഞാനും ഒരുമിച്ച് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായിരുന്നിട്ടുണ്ട്. മധു അന്ന് കുറച്ചുകൂടെ പ്രായം കുറവുള്ള ഒരാളായിരുന്നു. ത്രിവിക്രമനെ സംബന്ധിച്ചാണെങ്കിൽ സത്യത്തിൽ എല്ലാ ഭാഷയും സാഹിത്യവും സംസ്കാരവും കലയും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള മറ്റ് മേഖലകളിലെ കഴിവും എല്ലാം ഒത്തിണങ്ങിയ ഒരു നേരത്തെ ഞാൻ ശാസ്ത്രികളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഒരു സർവകലാ വല്ലഭനാണ് ത്രിവിക്രമൻ എന്ന് പറയുന്നത്. 100,000 കുട്ടികളെയാണ് ത്രിവിക്രമൻ തൻ്റെ കലോപാസകരായിട്ട് മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ ചെണ്ട അത് എത്ര കുട്ടികൾക്ക്, ഞാൻ ഈ സമീപകാലത്ത് തന്നെ കഴിഞ്ഞ എല്ലാ വർഷവും നടക്കുന്ന യുവജനോത്സവങ്ങളുടെ ഭാഗമായിട്ട് മത്സരങ്ങളുടെ ഫലം വരുമ്പോൾ കരിക്കകത്തുള്ള ഏതാനും കുട്ടികൾക്ക് വാദ്യത്തിൽ പിന്നെ സമ്മാനം ഉണ്ടാവും. ആ കുട്ടികളുടെ സമ്മാനം വാങ്ങുന്ന കുട്ടികളുടെ വീട്ടിൽ പോയി അവർ അനുമോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവരെല്ലാവരും ത്രിവിക്രമൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരായിരിക്കും. ചെറിയ കുട്ടികളടക്കം വെച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് വാദ്യത്തിൻ്റെ തന്നെ വാദ്യമായിട്ടുള്ള ചെണ്ടയെ ആലങ്കാരികമായിട്ടുള്ള ഭാഷയിലല്ല ഞാൻ പറയുന്നത്, പക്ഷേ അർത്ഥപൂർണമാകുന്ന ഒരു സമ്പൂർണ്ണ കലയാക്കി മാറ്റാനായിട്ട് വിക്രമിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കഥകളി ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതൊരു വലിയ നൈപുണ്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരുപക്ഷെ വിദേശത്ത് പോകുന്ന ആളുകൾ ഒക്കെ തന്നെ, ഞാൻ വിദേശത്ത് 3-4 രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയ സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു കലാരൂപം അവർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി അവിടെ മന്ത്രിമാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സമ്മാനിക്കുന്നതിന് കൊണ്ടുപോയിട്ടുള്ളത് ത്രിവിക്രമൻ നിർമ്മിച്ചതായിട്ടുള്ള കഥകളിയുടെ കലാരൂപങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. കഥകളിയുടെ മനോഹരമായിട്ടുള്ള വേഷങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. അത് കൊടുക്കുമ്പോഴത്തേക്ക് വിദേശികൾക്ക് അത് വാങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷവും ആഹ്ലാദവും പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റുകയില്ല. വളരെ വലുതും ചെറുതുമായിട്ടുള്ള കഥകളി രൂപങ്ങൾ വിക്രമൻ്റെ കലയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കരകൗശല വൈദഗ്ധ്യത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ എക്സിബിഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആ എക്സിബിഷൻ സ്റ്റാളുകളിലൊക്കെ തന്നെ വിക്രമൻ്റെ ഒരു സ്റ്റാൾ ഉണ്ടാകും. ആ വിക്രമനോളം പൊക്കമുള്ള ഒരു കഥകളി രൂപം അവിടെ സ്ഥാപിച്ചിട്ടുണ്ടാവും. ഒരു പോയിൻ്റായിരുന്നു, ആളുകൾക്ക് ഫോട്ടോ പോയിൻ്റായിരുന്നു ആ കഥകളി രൂപം എന്ന് പറയുന്നത്. ആദ്യം അവിടെ വന്ന് അത്ര പൊക്കമുള്ള ഒരു കഥകളിയോടൊപ്പം നിന്നൊരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുന്ന പതിവാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എല്ലാം കൊണ്ടും കലയുടെ കാര്യത്തിലും സാഹിത്യത്തിൻ്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഇവിടെ നമ്മളിന്ന് ആദരവ് കൊടുക്കുന്നതായിട്ടുള്ള സാത്വിക എന്ന 8 വയസ്സുകാരി. അവളുടെ മികവ്, അവളുടെ കഴിവ്, ഇവരെ എല്ലാവരെയും കടത്തി വെട്ടുന്നതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ച് ഇന്നിപ്പോൾ നമ്മുടെ എല്ലാം അഭിമാനപാത്രമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കണ്ണ് കെട്ടി കുറുവടി പയറ്റ് നടത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നൊരു കാര്യമാണ്. ഞാനതിനെ സംബന്ധിച്ച് ദീർഘമായിട്ട് പറയുന്നില്ല. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ സംബന്ധിച്ചിടത്തോളം രാധാകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അനന്യമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. പ്രത്യേക കഴിവുകളുള്ള ആളുകളെ അടയാളപ്പെടുത്തുക, അവർക്കൊരു സിഗ്നേച്ചർ കൊടുക്കുക, അവരെ അംഗീകരിക്കുക, അവരെ ആ കഴിവുള്ളവരാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ അംഗീകരിക്കുക. അതാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. ഇവിടെ 8-ാം വയസ്സിൽ 1 മിനിറ്റും 8 സെക്കൻഡും കൊണ്ട് കളരിപ്പയറ്റിലെ കുറുവടി പയറ്റെന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ആ പ്രത്യേക വിഭാഗത്തിൽ കണ്ണുകെട്ടി പയറ്റ് നടത്തി മികവ് തെളിയിച്ചതിനാണ് ഇവിടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സാത്വിക സ്ഥാനം പിടിക്കുന്നത്. 8 വയസ്സെന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രായമൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കൊഞ്ചിക്കാൻ വേണ്ടി മാത്രം തോന്നുന്ന ഒരു പ്രായത്തിൽ സാത്വിക എന്ന ചെറിയ പെൺകുട്ടി ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്ന തരത്തിലേക്ക് താൻ പഠിച്ചതായിട്ടുള്ള ആ സവിശേഷമായിട്ടുള്ള ആ കായിക രൂപത്തെ വളരെ മനോഹരമാക്കി അവതരിപ്പിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലേക്കും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കടക്കുന്ന തരത്തിലേക്കും എത്തിയെന്നുള്ളത് നാടിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്.
അവിടെ സാത്വികയുടെ കുടുംബത്തിന് മാത്രമല്ല, ത്രിവിക്രമനോ രാധാകൃഷ്ണനോ അന്തരിച്ച മധുവിൻ്റെ ഫാമിലിക്കോ ഇനി സാറിൻ്റെ കുടുംബങ്ങൾക്ക് മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ നമ്മൾ കരിക്കുകയും വാസികളുടെയും കടകംപള്ളി എന്ന് പറയുന്ന പഴയ പഞ്ചായത്ത് പ്രദേശം, ആ പ്രദേശത്തുള്ളവരുടെയും ഈ നാടിൻ്റെയും ഒക്കെ തന്നെ ഒരു സമ്പന്നമായിട്ടുള്ള സ്വത്തായിട്ട് മാറുകയാണ്. എല്ലാ ഭാവുകങ്ങളും നമുക്ക് സാത്വികയ്ക്ക് നേരാം. ഉത്തരോത്തരം ഉയർച്ച ഈ കളരിപ്പയറ്റ് എന്ന് പറയുന്ന ആ പ്രത്യേകമായിട്ടുള്ള കായിക രൂപം എന്ന് പറയുന്നത് സവിശേഷമായിട്ടുള്ള ലോകശ്രദ്ധ ആകർഷിച്ച കായിക രൂപമാണ്. ഉത്തര മലബാർ കളരിപ്പയറ്റിൻ്റെ കേന്ദ്രമാണ്. ഒരാളെ കണ്ടപ്പോൾ ഉണ്ണിയാർച്ചയെ പോലെയാണ് ഇരിക്കുന്നത്. ഉണ്ണിയാർച്ചമാരാണ് യഥാർത്ഥത്തിൽ കളരിപ്പയറ്റിൻ്റെ വേഷവും കെട്ടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒരു വലിയ നീളമുള്ള വാളുമൊക്കെ ആയിട്ട് ചാടി വീണ് തൻ്റെ ശത്രുക്കളെ ആക്രമിച്ച് വീഴ്ത്തുന്നതായിട്ടുള്ള ഉണ്ണിയാർച്ചയുടെ രൂപമാണ്. ഉണ്ണിയാർച്ചയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അത്രയും ഉണ്ണിയാർച്ചമാരെ സൃഷ്ടിക്കുന്ന ഒരു കായിക രൂപമാണ് കളരിപ്പയറ്റ്. ആ കളരിപ്പയറ്റിൽ 8 വയസ്സുകൊണ്ട് തന്നെ ഈ മേന്മയേറിയ നേട്ടം കരസ്ഥമാക്കിയ സാത്വികയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനിവിടെ നേരുകയാണ്. സാത്വികയുടെ ഭാവി ജീവിതത്തിൽ അത് കലയും സാഹിത്യവും സാംസ്കാരികവും കായികവും ഒക്കെ ആയിട്ടുള്ള എല്ലാം ചേരുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. വലിയ വളർച്ച സാത്വികയ്ക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സ്നേഹസദസ്സ്, ഈ ആദരവ് നൽകുന്നതായിട്ടുള്ള ഈ സ്നേഹസദസ്സ് നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും, എനിക്ക് തോന്നുന്നു സാത്വിക പഠിക്കുന്ന സ്കൂളിലെ സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തോന്നിയതാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരുടെയും അനുഗ്രഹം സാത്വികയ്ക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ശ്രീമതി ലേഖ ലോക ബോക്സിംഗ് ചാമ്പ്യനും അതുപോലെ തന്നെ ധ്യാൻചന്ദ് അവാർഡ് ജേതാവുമാണ്. അതുപോലെ ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഗുരുവായിട്ടുള്ള ഞാൻ നേരത്തെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു, ഗുരു ശ്രീ രാജേഷ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ലേഖ ചേച്ചി ബോക്സിംഗ് ചാമ്പ്യൻ, എന്നെ വളരെയധികം ഞാൻ ഫീൽഡിലിരിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് KC ലേഖ. ഒരുപാട് എൻ്റെ ഒരു മെൻറ്ററും കൂടെയാണ്. അപ്പോൾ ചേച്ചി സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ആൾക്കാരാണ് ഇവരെല്ലാം. ഇവരുടെ മുന്നിൽ കളരിപ്പയറ്റ് അവതരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഒരു ചടങ്ങ് ഇങ്ങനെ തന്നെ ഇനോഗ്രേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ത്രിവിക്രമൻ ആശാൻ അദ്ദേഹമാണ് മുൻകൈ എടുത്ത് പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളുടെ മുന്നിലാണ് ആദ്യം ചെയ്യേണ്ടതെന്ന്. ഇതിലൊക്കെ ഉപരി ഈ കുട്ടികളും അവരുടെ പേരൻസുമാണ് ഈ അവാർഡ് അർഹിക്കുന്നത്. ആ കുട്ടിയെക്കുറിച്ച് 2 വാക്ക്. സാത്വിക ഒരു 3.5 വയസ്സുള്ളപ്പോഴാണ്, സാധാരണ കളരികളിൽ 3.5 വയസ്സുള്ളപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാറില്ല കൊണ്ടാക്കുന്നത്. ഒന്നൊരല്പം തടിച്ചിട്ട് ഒരു പ്രകൃതമായിരുന്നു, ശരീരപ്രകൃതി. അച്ഛനും അമ്മയും കൊണ്ടാക്കുന്ന. ഇപ്പോൾ ആ കുട്ടിയുടെ അനിയത്തി എങ്ങനെയാണോ ഏകദേശം അതിനേക്കാളും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെല്ലാം സംശയമായിരുന്നു ഈ കുട്ടി പഠിക്കുമോ എങ്ങനെയൊക്കെ. അങ്ങനെ ഒരു 6 മാസത്തോളം എൻ്റെ ഒരു മേശയും കസേരയുണ്ട്, അതിൻ്റെ പുറത്ത് അങ്ങനെ ഇരുത്തിയൊക്കെയായിരുന്നു ചെയ്തത്. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആദ്യം അച്ഛനെ ഒഴിവാക്കി, പിന്നെ പതിയെ അമ്മയെ ഒഴിവാക്കി, പിന്നെ ഇതിലോട്ട് വന്ന് വീഴുകയാണ് ചെയ്തത്. മറ്റു സീനിയേഴ്സായിട്ടുള്ള കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ട് അത് അനുകരിക്കുകയാണ് ചെയ്തത്. അതൊരു വലിയ പഠനമാണ്. ഈ പ്രകൃതിയിലുള്ള പഠനം തന്നെയാണ് ആ കുട്ടി ചെയ്തത്. അല്ലാതെ ഞാനായിട്ടൊരു എഫേർട്ടും എടുത്തില്ല. ഇപ്പോൾ ഞാനല്ലെങ്കിൽ വേറൊരു ഗുരുക്കളുടെ കീഴിൽ കിട്ടിയാൽ പോലും ആ കുട്ടി ഇങ്ങനെയൊക്കെ തന്നെ പെർഫോം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒരു കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മുകളിൽ നിൽക്കുന്ന ഗുരുക്കന്മാരുടെ അനുഗ്രഹം. ഈ കുട്ടി ചിലപ്പോൾ ആ ലീനേജിൽ വന്നതുകൊണ്ടാവാം അങ്ങനെ പറ്റുന്നത്. എല്ലാവർക്കും ഇല്ല. ഒരു 140ഓളം സ്റ്റുഡൻസിനെ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ അതിലൊന്നും ഇല്ലാത്ത ചെറിയ പ്രത്യേകതകൾ ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഏത് സൈസിലൊന്നും കാര്യമില്ല. കളരിപ്പയറ്റിൽ അർപ്പണ മനോഭാവം പ്രധാനമാണ്. ഇതിനോട്ട് കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതെങ്ങനെ പോകേണ്ട അതിൻ്റെ ചുവടുകൾ മൂവ്മെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ കുട്ടി പയറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് കണ്ണുകെട്ടി പയറ്റ്. ഈ പയറ്റിനൊരു പ്രത്യേകത, ഇതൊരു മുച്ച അല്ലെങ്കിൽ കുറുവടി ഷോർട്ട് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിൽ സാധാരണ കണ്ണ് തുറന്നാണ് പയറ്റേണ്ടത്. കണ്ണ് കെട്ടി പയറ്റിയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കയ്യിലെല്ലാം കൃത്യമായിട്ടുള്ള ബ്ലോക്ക് അല്ലെങ്കിൽ അടി വീഴും. അത്ര സ്പീഡിലാണ് പറ്റുന്നത്. കാരണം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന അങ്കത്താരിയാണ്, അതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ കുട്ടി ആ കുട്ടി അല്ലാതെ 3-4 പേര് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി ഈ പ്രായത്തിൽ ഇത്ര കൃത്യമായിട്ട് അയാളെക്കാളും
കുറച്ചുകൂടെ സൈസൊക്കെ ഉള്ള ആ ഒരാളുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ കൈയിൻ്റെ ചലനം, കാലിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതൊക്കെ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ആദ്യം അയച്ചു, 8 മാസം മുമ്പ് ഞങ്ങൾ ഇത് അയച്ചു കൊടുത്തപ്പോൾ അവർ അതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് യഥാർത്ഥത്തിൽ അവിടെ പോയി ചെയ്യേണ്ടതാണ്. പക്ഷേ ഭാഗ്യത്തിന് നമ്മുടെ കഴക്കൂട്ട മഹാദേവ ക്ഷേത്രത്തിൽ, ആറ്റുകൾ ക്ഷേത്രത്തിലൊക്കെ ഇതുപോലെ നിറഞ്ഞ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വീഡിയോ ക്യാപ്ചർ ചെയ്ത് തന്നെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ അത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പോവുകയാണെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ കളരിപ്പയറ്റിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അതൊരു പെർഫോമൻസ് ഞങ്ങൾ ചെയ്യാം. എന്താണ് കളരി എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ കുട്ടികളെല്ലാം ഞാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കളരിപ്പയറ്റിൻ്റെ സെൻറ്ററിൻ്റെ പേര് ശ്രീചക്ര സ്കൂൾ ഓഫ് കളരിപ്പയറ്റ്. ഈ വർഷം നമ്മുടെ സർക്കാർ അത് സ്കൂൾ തലത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും അതൊരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണത്. അപ്പോൾ ഇത് അടിസ്ഥാനമായിട്ട് തന്നെ പഠിച്ചു വരണം.
പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ വച്ച് ഈ അവാർഡ് കൂടി കൊടുത്ത് പൂർത്തിയാക്കണം. അവാർഡ് നൽകുന്നതിലേക്കായി ബഹുമാനപ്പെട്ട ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ ക്ഷണിക്കുന്നു. സർട്ടിഫിക്കറ്റ് നൽകുന്നതിലേക്കായി ശ്രീമതി ലേഖയെ ക്ഷണിക്കുന്നു. വളരെ അത്യാവശ്യമായി തിരിച്ചു പോകണമെന്നുള്ളതിനാൽ ശ്രീ കടകംപള്ളി സുരേന്ദ്രനെ പൊന്നാടി അണിയിക്കുന്നതിലേക്ക് വേണ്ടി ശ്രീ കരികേന്ദ്ര വികരൻ പ്രേമനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പല വേദികളിലും വച്ച് ബഹുമാനനായ നമ്മുടെ MLA എന്നെ ആദരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ കൊച്ചുമോളെ കണക്കായിട്ട് ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ ഏവരുടെയും അനുവാദത്തോടു കൂടി പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നതിന് സാദരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഇങ്ങനെ അത്യപൂർവമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്വാതികയും അല്ലേ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുമൊക്കെ ഇവിടെ പ്രകടനം കാഴ്ചവെച്ചത് അങ്ങേയറ്റം സന്തോഷം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഇതുപോലെ ഇവിടെയുള്ള പൗരാവലിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ ഒരു സ്വീകരണം അത് അങ്ങേയറ്റം വളരെ സന്തോഷം നൽകുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാരണം എത്രയോ വർഷം ഈ കുട്ടികൾ പരിശീലനം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നേട്ടം അവർ നേടുന്നത്. നമ്മളുടെ നാടിനും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഈ കുട്ടികൾ ഈ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നത് എത്രയോ എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെ നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ്. സ്വാതികയോടൊപ്പം കൂടെയുള്ള കുട്ടികൾക്കും അതൊരു പ്രചോദനമാണ്. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ ബഹുമാനപ്പെട്ട ഇവരുടെ ഗുരുനാഥൻ എൻ്റെ സഹോദര തുല്യം കാണുന്നതാണ് രാജേഷിനെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കുട്ടികളൊക്കെ എത്ര നാളായി പരിശീലനം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്വാതിക 3-3.5 വയസ്സൊക്കെ ആകുമ്പോഴാണ് പരിശീലനം തുടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊരു ലോക ചാമ്പ്യനാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്പോർട്സ് എന്ന ഈ ഒരു വിഭാഗത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്രയൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഒരു 20ഓളം തവണ രാജ്യത്തിന് വേണ്ടി മത്സരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ലോക ചാമ്പ്യനായി. 2021 മേജർ ധ്യാൻചന്ദ് അവാർഡ് കിട്ടി. ഇതൊക്കെ നമ്മളുടെ ആ ഒരു അവാർഡ് കിട്ടിയപ്പം അറിയുന്നതല്ലാതെ അതിനു മുമ്പിലുള്ള എത്രത്തോളം കഠിനാധ്വാനം ഉണ്ട് എന്നുള്ളത് ഒരു കായിക താരം എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ഈ കുട്ടികളെ പരിശീലനം ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വികാസ് ഭവൻ അല്ലേ, വികാസ് ഭവനിലാണ്, പോലീസ് ക്വാർട്ടേഴ്സിനടുത്തുള്ള ഒരു സ്ഥലത്ത്, അവിടെയാണ്, അതിനകത്താണ് എന്നറിഞ്ഞു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയത് തന്നെ എത്രയോ കുട്ടികൾ ഇത്രയും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. എന്തായാലും നമുക്കറിയാം ഇത്രയും ചെറിയ ഒരു പ്രായത്തിൽ ഇത്രയും വലിയൊരു നേട്ടം ഒരുപക്ഷെ ഈ കുട്ടികൾക്കറിയില്ല ഇവരെത്രത്തോളം നേടി അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അവർ വളർന്നു വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാം
അത്രയും ചെറിയ കുഞ്ഞു മനസ്സിൽ എത്രയൊക്കെ ചിന്തിക്കാൻ പറ്റും. അവർ കളിച്ച് നടക്കേണ്ട പ്രായമാണ്. പക്ഷെ ഇത്രയും ഒരു ഫോക്കസ് ചെയ്ത് കളരി എന്നൊരു വിഭാഗത്തിൽ ഇത്രയധികം ഫോക്കസ് ചെയ്ത് അവർക്ക് അതിന് തക്കതായ നല്ലൊരു ഗുരുനാഥനെയും കിട്ടി. ഒരാൾ നല്ല അവരുടെ ഒപ്പം സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും അച്ഛൻ, അമ്മ, ഫാമിലി എല്ലാവരും, പിന്നെ അതുപോലെ തന്നെ അപ്പൂപ്പൻ നല്ല സപ്പോർട്ടാണെന്ന് പറയുന്നു. എപ്പോഴും കുട്ടിയുടെ കൂടെ പരിശീലനത്തിനും മറ്റുമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നല്ലൊരു കായിക താരമാകുവാൻ വേണ്ടി നമുക്ക് നമ്മളുടെ ഏറ്റവും ഒരു കായിക താരം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് അവരുടെ കുടുംബവും അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കോച്ചസ് ഇല്ലെങ്കിൽ ഗുരുനാഥക്കന്മാരും ഒക്കെയാണ്. അതോടൊപ്പം ഈ ഒരു പൗരാവലിയും കൂടെ ചേരുമ്പോൾ ആ കുട്ടികൾക്ക് ഇനിയും വളർന്നു വരാനുള്ളൊരു പ്രചോദനമാകും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഒരുപാട് പേര് പ്രസംഗിക്കാൻ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് 2 വാക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കുന്നില്ല. പ്രകടനങ്ങളും കാഴ്ചവെക്കാനുണ്ട്. നമ്മുടെ ഒരു കായിക താരം നല്ലൊരു കായിക താരമാകണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ചെറിയ സമയം കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു അവസരത്തിൽ സ്വാതിക പ്രവീണിനെ പ്രത്യേകം ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം അവർ ആ മോളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് മക്കൾ ഇവിടെയുണ്ട്. എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾ കളിച്ച് ജയിക്കണം. ആദ്യം തിരുവനന്തപുരത്തിന് വേണ്ടി കളിക്കണം, അതിനുശേഷം കേരളത്തിന് വേണ്ടി കളിക്കണം, അതിനുശേഷം ഇന്ത്യക്ക് വേണ്ടി കളിക്കണം. ആ ഒരു സ്വപ്നമായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടല്ല നമ്മൾ ഇവിടെ പോകുന്നല്ലേ. നമ്മൾ ജനിച്ച് വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വേണം നമ്മൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകുവാൻ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾക്ക് ഈ തിരുവനന്തപുരത്തിന് വേണ്ടിയും നിങ്ങളുടെ ഈ എവിടെയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അവരൊന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ റിസൾട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ്. ഓരോ എന്താ പറയുക പ്ലാറ്റ്ഫോം നിങ്ങൾക്കുണ്ട് ഇല്ലേ? അപ്പം അത് മാക്സിമം ഇപ്പം നമുക്കറിയാം പല കുട്ടികളും വഴിതെറ്റി പോകുന്ന ലഹരിയും മറ്റുമൊക്കെ. പാരൻസ് ഒരുപാട് എന്താ പറയുക കുട്ടികളുടെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള ഒരു ഭയങ്കര നിരാശയാണ്. എന്താണ് ചെയ്യുക ഇനി വളർന്നു വരുന്ന കുട്ടികളല്ലേ? പക്ഷേ നമ്മളുടെ ലഹരി സ്പോർട്സ് ആക്കുക. തീർച്ചയായിട്ടും ഈ കളരി എന്ന് പറയുന്ന ആയോധന കലക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇനി ഇതിൽ മേലെ അച്ചീവ്മെൻറ്റ് നേടിക്കൊണ്ട് നാളെ ഇവിടെ നമ്മുടെ ഈ ഒരു ഇന്ന് സ്വാതികയ്ക്ക് മാത്രമാണ് കൊടുത്തതെങ്കിൽ ഈ ഒരു ആദരവ് ഇവിടെ ഇരുന്ന എല്ലാ കുട്ടികളും എനിക്കും അത് നേടണം, എനിക്കും ചെയ്യാൻ കഴിയണം. ഇന്ന് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇല്ല ചിരിക്കാനല്ല, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി, നല്ലൊരു ലക്ഷ്യം കാണുക, അതിനു വേണ്ടി പ്രയത്നിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൃത്യസമയത്ത് പരിശീലനത്തിൽ വരിക. നമുക്ക് ഒരു നല്ലൊരു കായിക താരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്കുള്ള നേട്ടങ്ങൾ എന്താണെന്ന് അറിയോ? കൃത്യമായി രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു, ചിട്ടയായിട്ട് നമ്മൾ പ്രാക്ടീസിന് പോകുന്നു, അതിനുശേഷം വീട്ടിൽ വരുന്നു, കുളിക്കുന്നു, അതിനുശേഷം പിന്നെ സ്കൂളിൽ ആഹാരം കഴിച്ച് സ്കൂളിൽ പോകുന്നു. അതിന് ഏറ്റവും കൂടുതലൊരു പങ്ക്ച്വാലിറ്റി അല്ലേ, നല്ല അച്ചടക്കം ഉള്ള കുട്ടികളായി വളരുക എന്നൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അതിക്രമിക്കുന്നില്ല. എല്ലാവർക്കും എന്നെ ഇവിടെ ഈ ഒരു ചടങ്ങിന് വിളിച്ച മുഖ്യാതിഥിയായി എന്നെ രാജേഷാണ്, ശ്രീ രാജേഷ് ഗുരുക്കളാണ് എന്നെ വിളിച്ചത്. അദ്ദേഹത്തിനും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ ഒരു ചടങ്ങിന് കൂടെ നിന്ന് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. മുൻ മേയർ ശ്രീ കെ ശ്രീകുമാർ അവർ, കൂടാതെ എൻ്റെ സഹ കൗൺസിലർമാരായ ശ്രീമതി മുൻ മേയറായ ശ്രീകുമാർ ഈ പ്രദേശത്തെ എല്ലാവർക്കും സുപരിചിതനായ ഒരാളാണ്. ഇനി ഒരു പ്രസംഗത്തിൻ്റെ കാര്യം വരുന്നില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. സാത്വിക കേവലം വിക്രമൻ്റെ കുടുംബത്തിലെ മാത്രം അംഗമല്ല. സ്വാതിക പ്രവീൺ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ വളരെ കൊച്ചിലേ തന്നെ ചാക്ക നഴ്സറിയിലും അതുപോലെ തന്നെ ചാക്ക വയ്യമ്മയുടെയും എല്ലാ കലാപരമായിട്ടുള്ള പരിപാടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മിടുമിടുക്കിയായ ആളാണ്.
ഈ കളരിപ്പയറ്റിലേക്ക് എങ്ങനെ മാറി എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോഴാണ് ബോധ്യം വന്നത്. കളരിപ്പയറ്റ് മാത്രമല്ല, ഒരു ബഹുമുഖ പ്രതിഭ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇപ്പോൾ കായിക രംഗത്തും കൂടി ബന്ധപ്പെട്ടുകൊണ്ട് മാറുന്നത്. അത് ഈ നാടിൻ്റെ തന്നെ സ്വാഭാവികമായും സ്വാത്വിക ഞങ്ങളെ കുടുംബാംഗമാണ്. ഇപ്പം ഈ നാടിൻ്റെ മൊത്തം മിടുമിടുക്കിയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇന്ന് കൊച്ചുമോട് കണക്കണ്ടി ഞാൻ കൊണ്ടാടണിച്ച് ആദരിക്കണം നിങ്ങളുടെ അനുവാദത്തോടും. സംപൂജ്യര്, ഇവിടെ നമ്മൾക്കെല്ലാം സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഏറ്റവും 8ാം വയസ്സിൽ ഇങ്ങനെ ഒരു അവാർഡ് അല്ലെങ്കിൽ ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം കണ്ടെത്തിയ സാധ്യ പ്രവീണിന് എൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടി കൂടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ MLA സുരേന്ദ്രൻ അവർ, നമ്മുടെ മുൻ മേയർ ശ്രീകുമാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ സ്വാതികയെ ആദ്യമായി കാണുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രോഗ്രാമിനാണ്. അപ്പോൾ തന്നെ എനിക്ക് മോളെ അറിയാം. മോള് അവിടെ പങ്കെടുക്കാത്ത ഒരു പരിപാടിയും ഇല്ല, എല്ലാ പരിപാടിയും മോളുണ്ടാവും. അപ്പോഴേ ഞാൻ മോളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് സ്വാതികയാണ് എന്നെനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ വന്ന ശേഷമാണ് സ്വാതികയാണ് ഈ മിടുക്കി കുട്ടിയെന്ന് എനിക്കറിയാൻ സാധിച്ചത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുകയുണ്ടായി, കലാപരമായി എല്ലാവരും ഒരു കുടുംബത്തിലെ എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ്, അധ്യാപകരാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൊച്ചുമോളെയും കൊണ്ടുവരിക എന്ന് അപ്പൂപ്പൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ രീതിക്ക് തന്നെ മോള് നല്ലൊരു പ്രശസ്തിയായി. 8 വയസ്സായിട്ടേ ഉള്ളൂ. 8 വയസ്സിലോട്ട് കുട്ടി കണ്ണ് കെട്ടി ഇങ്ങനെ ഈ കുറുടി കൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. എനിക്കൊന്ന് പറയാനുള്ളത് വെച്ചാൽ സ്വാതികയുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കുഞ്ഞു മോൾക്ക് ഇത്രയും ദൂരത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇനിയും ഇഷ്ടംപോലെ ധാരാളം കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാ കുട്ടികളും ലഹരി അതിൻ്റെ ഒരു മായാലോകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ എല്ലാവരും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നമ്മൾ കുട്ടികൾ പഠിച്ചോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കായിക രംഗത്ത് കൂടി അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക. നമുക്കിപ്പോൾ സ്കൂളുകളിലൊക്കെ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഒരുപാട് സ്റ്റേഡിയം നമ്മുടെ ചുറ്റുപാടത്ത് തന്നെ ഇഷ്ടംപോലെ സ്റ്റേഡിയം ഉണ്ട്. നമുക്കിവിടെ തന്നെ നമുക്കൊരു വലിയൊരു പുസ്തകശാല തന്നെ ഇവിടെ നമുക്കുണ്ട്. നല്ലൊരു അന്തരീക്ഷം വയ്യമ്മയിൽ തന്നെ ഉണ്ട്. അപ്പോൾ വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, 8ാം വയസ്സിൽ ഇന്ത്യ ബുക്ക് റെക്കോർഡ്സ് സ്വന്തമാക്കിയ സാത്വിക പ്രവീണിനും അതേപോലെ നല്ല രീതിയിൽ മിടുക്കരായ കളരിപ്പയറ്റ് അഭ്യസിച്ച വിദ്യാർത്ഥിനികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഇവിടെ വളരെ ദീർഘമായി തന്നെ ഇവിടെ ഉദ്ഘാടന പ്രാസംഗികനും ആശംസ നടത്തിയ പ്രാസംഗികരെല്ലാം നമ്മുടെ സാത്വിക പ്രവീണിനെ കുറിച്ചും ഇവിടെ കളരിപ്പയറ്റ് അഭ്യസിച്ച വിദ്യാർത്ഥിനികളെ കുറിച്ചെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. സാത്വിക പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി മുതുപുത്തച്ഛൻ തുടങ്ങി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാസ്കര ശാസ്ത്രികൾ അധ്യാപക രംഗത്തും ഭാഷാ പണ്ഡിത രംഗത്തും കരിക്കകത്ത് പ്രഗത്ഭനായ ഒരു പ്രശസ്തനായ ഒരു അധ്യാപകനായി ജീവിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞ
ഭാസ്കര ശാസ്ത്രികളുടെ ചെറുകുട്ടിയാണ് സാത്വിക പ്രിയ. അതുപോലെ തന്നെ നമ്മുടെ കഥകളി രംഗത്ത് അതിപ്രഗത്ഭനായ കരിക്കകം ത്രിവിക്രമൻ്റെ ചെറുകുട്ടിയാണ്. അങ്ങനെ പാരമ്പര്യമായി പല മേഖലകളിലും പ്രാവീണ്യം തെളിച്ച ഒരു കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് സാത്വിക പ്രവീൺ. അങ്ങനെ ഓരോ ഇത്തരം പരിപാടികൾ ഈ സാത്വിക പ്രവീണിന് വേണ്ടി, അതുപോലെ തന്നെ കളരിപ്പയറ്റ് അഭ്യസിച്ച വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഇവിടെ മുഖ്യ സംഘാടകനായിരിക്കുന്ന നമ്മുടെ ഡോക്ടർ ബി രാധാകൃഷ്ണനും കരിക്കകം ത്രിവിക്രമനും അവർക്കൊരു ഇനിയുള്ള അവരുടെ ജീവിതയാത്രയിൽ കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ച. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ കുട്ടികളെല്ലാം സ്പോർട്സിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് ആലോചിക്കുന്നത്. ഇവരെ പോലെ തന്നെ വർഷങ്ങളോളം ട്രാക്കിൽ സ്റ്റേഡിയത്ത് പ്രാക്ടീസ് ചെയ്ത് വളരെ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷം ഒരു കായിക താരമായിട്ടാണ് ഞാൻ രംഗപ്രവേശം ചെയ്യുന്നത്. 1968-69 കാലഘട്ടത്തിൽ കേരള തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയും അത് കഴിഞ്ഞ് കേരളത്തിനെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിലുമൊക്കെ ഒരു സ്പോർട്സ് മാനാവാൻ എനിക്ക് സാധിച്ചു. ഞാനൊരു അത്ലറ്റായിരുന്നു. 400 മീറ്റർ 800 മീറ്റർ ഓട്ടക്കാരനായിരുന്നു. വളരെ ചിട്ടയായി രാവിലെയും വൈകുന്നേരവും സ്റ്റേഡിയത്ത് പ്രാക്ടീസ് ചെയ്ത് വളരെ അന്ന് ഈ കാലത്ത് ഇതൊന്നും അറിയില്ല എങ്കിൽ പോലും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് 18ാമത്തെ വയസ്സിൽ സ്പോർട്സ് കോട്ടയിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിൽ എനിക്ക് ജോലി ലഭിക്കും. എനിക്കിവിടെ നിന്ന് കുഞ്ഞിനെ പറ്റി പറയുവാനുള്ളത്, അവൾ ചെറിയ ക്ലാസ്സിലേക്ക് വന്ന സമയം തുടങ്ങി നമുക്കറിയാം എന്തോ പ്രത്യേകത കുഞ്ഞിൽ ഉണ്ടായിരുന്നു. അവൾ ഏറ്റവും സ്മാർട്ടായിട്ട് തന്നെ കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കാൻ സന്തോഷത്തോടെ ഓടി വരുന്നതാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അവൾക്ക് നല്ല ഉയർച്ചയുണ്ടാകുകയും ഇനിയും ധാരാളമായ ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു സിസ്റ്റർ. സിസ്റ്ററിനെ ആദരിക്കുന്നതിനായി ശീതൾ മാമിനെ ക്ഷണിക്കുന്നു. സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളുടെയും പാരൻസും വരേണ്ടതാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ, സാഹിത്യകാരൻ, മറ്റ് എല്ലാ നമ്മുടെ ശാഖ കൗൺസിലർ, പേട്ട കൗൺസിലർ, കരിക്കകം വാർഡ് കൗൺസിലർ,
രാജേഷ് സാർ, ശ്രീമാൻ ജയചന്ദ്രൻ, സുഗോപാൽ കുളങ്ങര, സാത്വികയെ കൊച്ചിലെ 4 വയസ്സ് മുതൽ പഠിപ്പിച്ച സിസ്റ്റർ തുടങ്ങി ഇന്നിവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവരുടെ ഒറ്റ വാക്കിൽ നന്ദി പറയുന്നതോടൊപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ YMA ഹാൾ നമുക്ക് ഫ്രീ ആയിട്ട് വിട്ടുതന്ന അസോസിയേഷനിലെ ശ്രീമാൻ സുധീഷ് അദ്ദേഹത്തിനും ഇതിൻ്റെ എല്ലാ സംഘാടകർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം മൈക്ക് സിസ്റ്റത്തിനും ഇന്നിവിടെ കൂടി എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു 5 മിനിറ്റ് കളരിപ്പയറ്റ് കണ്ടതിന് ശേഷം പ്രശസ്തരും പ്രഗത്ഭരും ആയ ഗായകർ അവതരിപ്പിക്കുന്ന കരാക്കെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം ലഘുഭക്ഷണം കരുതിയിട്ടുണ്ട്. എല്ലാവരും കഴിച്ച് സന്തോഷമായിട്ട് കൊച്ചുമോളെ അനുഗ്രഹിച്ചിട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.